സന്തോഷ് പണ്ഡിറ്റ് ആയിട്ടുള്ള ഒരു വാക്തർക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യത്തിന് പറഞ്ഞ ഒരു ക്ലാരിറ്റി കൊടുക്കല്, അത് സന്തോഷ് പണ്ഡിറ്റ് തന്നെ അത് കുറച്ചും കൂടി പ്രശ്നത്തിലാക്കുകയും കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ 24 പരിപാടിക്ക് വരുമ്പോഴേ ഇയാള് എടുത്താൽ പൊങ്ങാത്തൊരു കോട്ട് വിട്ടിട്ട് പോന്നിട്ട് അവിടെ വന്ന് പറയുന്നത് എന്താ അറിയോ, ഞാൻ കുറച്ച് കാലമായി ഇതേപോലെ ഒരു ഷോയില് വന്നിട്ട് ഇതിന്റെ തുടക്കം ഇതേപോലെ ഇവിടുന്ന് ഒരു ഈ സാറിന്റെ ഷോ SKന്റെ ഷോ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഹീസ് പ്രീ ഡിറ്റർമിൻഡ്. ഞാൻ ഇന്നിവിടെ ഓളം ഉണ്ടാക്കും, കസാല തള്ളിയിടും, ഞാൻ അന്ന് ഷൈൻ ടീച്ചർ ഉണ്ട്, നാദിറുണ്ട്, ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇയാൾ പറയുന്നതാ ഞാൻ ഒന്ന് പൊട്ടിത്തെറിക്കും, ഇന്നെ പിടിച്ചു വെക്കണം. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇയാൾ ഇതൊക്കെ ഇങ്ങനെയാണോ ഇയാൾ ഷോയില് വരുന്നത് തോന്നിയെന്ന്. പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ നോക്കുമ്പോ പണ്ഡിറ്റ് ജി, ഞാൻ ജി എന്ന് പറയും, അയാളൊരു അപ്രഖ്യാപിത സംഖ്യയാണ്. പണ്ഡിറ്റ് ജി ഞാൻ നോക്കുമ്പോ ജിക്ക് ഒന്നും കിട്ടണില്ല, ആരും ഒന്നും കൊടുക്കണില്ല ജിക്ക്. അപ്പോഴാണ് മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇന്റെ നേരെ സന്തോഷ് പണ്ഡിറ്റ് ജി വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ മൂന്നാംകിട ചാനൽ നിന്നെ പറയണമെങ്കിൽ ആ പറയുന്ന ആൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ആ പറയുന്ന ആളുടെ ക്വാളിറ്റി എന്താണെന്ന് ഞാൻ അളക്കുമ്പോൾ ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഈ കാണുന്ന കോട്ടിട്ട് അല്ലെങ്കിൽ 4 ആളെ ചാരിറ്റി ചെയ്ത് നടക്കുന്ന സന്തോഷ് പണ്ഡിറ്റ് ആവുന്നതിന് മുമ്പ് അലൻ ജോസ് പെരേര, അഭിലാഷ് ആട്ടയം ലെവലിൽ റീൽസ് ഇന്നത് റീൽസ് ആണെങ്കിൽ പണ്ടത് ഇയാളുടെ യൂട്യൂബ് ചാനൽ ചില ആൾ ഇറക്കുന്ന സിനിമകളും ആ ലെവലായിരുന്നു.